welcome back to my channel. Here we go. ഇന്ന് ഞാനൊരു സ്നേക്ക് മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്പെഷ്യൽ എഫക്റ്റ് ആണോ ചോദിച്ചാൽ അല്ല, എന്നാൽ നോർമൽ ആണോ ചോദിച്ചാൽ ഇത് ഇൻ ബിറ്റ്വീൻ ഒരു കിടക്കുന്ന സംഭവമാണ്. കാരണം ബേസ് മേക്കപ്പ് വരുന്നത് നോർമലി ചെയ്യുന്ന മേക്കപ്പും ആൻഡ് അഡ്വാൻസ് മേക്കപ്പിൽ ഐലൈനർ, ഐ ഷാഡോ, ഐബ്രോസ്, ലിപ് കോണ്ടോർ ഒക്കെ ആ പോർഷനിലൊക്കെയാണ് ഇതിനൊരു കുറച്ച് മാറ്റം വരുന്നത്. അതായത് ആ ഒരു പോർഷനിലാണ് ഞാൻ എൻ്റെ സ്നേക്കിൻ്റെ ഡയമെൻഷൻസിലോട്ട് എൻ്റെ ഫേസ് ഡയമെൻഷൻ മാറ്റാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ റിവ്യൂ കമന്റ് ബോക്സിൽ ഇടാം. അതിന് മുന്നേ എനിക്കൊരു ഡിസ്ക്ലൈമർ പറയാനുണ്ട്. കാരണം ഇത് എത്രത്തോളം സക്സസ് ആവുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ബിക്കോസ് ഇത് എക്സ്പെരിമെന്റൽ ആണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. കാരണം ഇത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. ഇത് എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്നുള്ള യാതൊരു ധാരണയില്ലാത്ത ഒരു കുഞ്ഞാണ്. അപ്പം ഞാൻ വി വിൽ സ്റ്റാർട്ട് വിത്ത് പ്രൈം. നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുക, സ്കിന്നിൽ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യുക. ഞാൻ കുറച്ച് ഐൻ്റെ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിളിൻ്റെ ഏരിയാസിലും ഫോർ ഹെഡിലും കുറച്ച് നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് ലോങ് ലാസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് ലെയറായിട്ട് ഉപയോഗിച്ചാൽ മതി. ബിക്കോസ് നമ്മൾ ചെയ്യാൻ പോണ മേക്കപ്പിൻ്റെ അതിനുള്ളൊരു ബേസ് ഒരുക്കുക എന്നുള്ള രീതിയിൽ മാത്രം, അല്ലാണ്ട് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് പോപ്പപ്പ് ചെയ്യാനോ ഒന്നിനുമല്ല, ബ്രൈറ്റർ ആക്കാൻ ഒന്നിനുമല്ല. ജസ്റ്റ് ഒരു ബേസ് ഒരുക്കുക എന്നുള്ള രീതിയിൽ മാത്രം. അടുത്തത് ഒരു സ്പഞ്ചോ ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ ഫിംഗേഴ്സോ വെച്ചിട്ട് സ്കിന്നിലായിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ലസ്റ്റർ കേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് പൗഡർ ഉപയോഗിച്ചാലും മതി. അപ്പോൾ നമ്മളെ സ്നേക്കിൻ്റെ സ്കെയിൽസ് കുറച്ചും കൂടെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഹെയറിൻ്റെ ലൈനിന് തൊട്ട് ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു കർവ് ലൈൻസ് പോലെ നേരെ നോസിൻ്റെ മിഡിലോട്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഐ ഷാഡോ ആണ്. ഇതിനകത്ത് കുറച്ച് ഷിമേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ഈ ഐബ്രോസിൻ്റെ അടുക്ക് ഈ സ്കെയിൽസ് ചെയ്ത വീഡിയോ റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഞാനതെങ്ങനെ ചെയ്താൽ വെച്ചാൽ ആ പാറ്റേൺ വെച്ചിട്ട് അതിന് മേലെ ജസ്റ്റ് ഒന്ന് ഈ ഐ ഷാഡോ വെച്ച് വാഷ് ഔട്ട് ചെയ്തതാണ്. ആൻഡ് ആ ഫോർ ഹെഡിൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ച് ബ്രൗണും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അടുത്തത് ഞാനൊരു സിൽവർ ഐ ഷാഡോ എടുത്തിട്ട് ഇന്ന കോർണേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോർ ഹെഡിലും കൂടെ അപ്ലൈ ചെയ്യുകയാണ് സ്കെയിൽസ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ അത് ചെയ്തത്. ഇത് മാത്രം റെക്കോർഡായിട്ടുള്ളൂ, മറ്റേത് റെക്കോർഡായിട്ടില്ല. നോസിൻ്റെ ടിപ്പ് കുറച്ച് ഷാർപ്പറായി കാണാൻ വേണ്ടി ഞാനിത് ഈ രീതിയിലാണ് കേട്ടോ കോണ്ടോർ ചെയ്തത്. ഇതൊരു ഷിമറി ഐലൈനറാണ് കേട്ടോ. അപ്പോൾ ഒരു ഐബ്രോ പെൻസിൽ വെച്ച് ഞാൻ വാട്ടർ ലൈൻ ഒന്ന് എഴുതാം കേട്ടോ. അടുത്ത പരിപാടി എന്നാൽ ലിപ്പിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അടുത്തത് ചീക്ക് കോണ്ടോറിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാനും ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പോയിന്റഡ് ചിന്നാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ കോണ്ടോർ ചെയ്തത്. അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് ദേ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ ഐ ഷാഡോ വെച്ചിട്ട്
ഏകദേശം ഇത് ഈ രീതിയിലോട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഒരു ഷെയ്ഡ് ഒരു ലൈനും ആൻഡ് സെൻറ്റർ ആ നെക്കിൻ്റെ നമ്മളുടെ ആഡംസ് ആപ്പിളിൻ്റെ പോർഷനിൽ ഞാൻ സിൽവർ അപ്ലൈ ചെയ്യാണ്.